ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സായ്ഗോൺ സൂവിലെ മ്യൂസിയം കാണാനാണ്. അകത്തെത്തിയപ്പോൾ ആദ്യം കണ്ടത് ആനയെ. ആനയുടെ തൊട്ടടുത്ത് തന്നെ ആനയുടെ അത്ര വലിപ്പമുള്ള ഒരു അസ്ഥികൂടവും കാണാം. ഇത്രയും വലിപ്പമേറിയ അസ്ഥികൂടമൊക്കെ നമ്മൾ കാണുന്നത് ആദ്യമായാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം നോക്കി നിന്നു. തൊട്ടടുത്ത് തന്നെ പാമ്പും മുതലയും ഓന്തുമൊക്കെയുള്ള ചെറിയൊരു കാടും രൂപകൽപ്പന ചെയ്തതായി കാണാം. അതിൻ്റെ തൊട്ടടുത്ത് ഒറിജിനലിനെ വെല്ലുന്ന ഒരുതരം കാളക്കുട്ടനെ ഇപ്പോൾ ആക്രമിക്കും എന്ന മട്ടിൽ നിൽക്കുന്ന 3 കടുവകളും കണ്ടു. ആ കടുവകളൊക്കെ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ളതായിരുന്നു. ഈ മൃഗങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒറിജിനൽ മൃഗങ്ങളുടെ എല്ലും തോലുമൊക്കെ ഉപയോഗിച്ചാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്. ഇവിടെ തന്നെ കരടിയെയും പുലിയെയും ആനയെയും കാണ്ടാമൃഗത്തെയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. മൃഗങ്ങളുടെ കഴുത്തിലും ചെവികളിലും ഒക്കെയുള്ള സ്ലിപ്പിൽ അവയുടെ വർഷങ്ങളും അവയുടെ ഡീറ്റെയിൽസും എഴുതിയിരിക്കുന്നു. ഈ മൃഗങ്ങൾക്കിടയിൽ നമുക്ക് കുറച്ച് അസ്ഥികളൊക്കെ വീണ് കിടക്കുന്നതായി കാണാം. കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ പല ജീവികളാണ് ഇവയൊക്കെ. ആനകളുടെ അസ്ഥികൂടം കൂടാതെ കാണ്ടാമൃഗങ്ങളുടെ അസ്ഥികൂടവും ഇവിടെയുണ്ട്. ഈ കാണുന്നതൊക്കെ ഒറിജിനൽ പുലികളുടെയും മറ്റും തോലുകൊണ്ടുണ്ടാക്കിയ പുലികളെയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മ ഏതോ കാട്ടിലെത്തിയ പോലെയാണ്. അത്ര സുന്ദരമാണ് ഈ കാഴ്ചകൾ. പുലികൾക്ക് ഓപ്പോസിറ്റായി കാണുന്നത് കുറേ പക്ഷികളെ. ഈ പക്ഷികൾക്കിടയിൽ തന്നെ ഒട്ടകപ്പക്ഷിയും വേഴാമ്പലും മയിലും ഒക്കെയുണ്ട്. അവയുടെ മുട്ടകളും ഒരു സൈഡിൽ വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. മുട്ടകളിൽ തന്നെ വലിപ്പം കുറഞ്ഞ മുട്ട മുതൽ വലിപ്പം കൂടിയ ഒട്ടകപ്പക്ഷിയുടെ മുട്ട വരെയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു അത്ഭുതമാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയുള്ള മുട്ടകൾ നമ്മൾ സാധാരണയായി കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ നോക്കി നിൽക്കാൻ തോന്നുന്നു. ഒറിജിനൽ അസ്ഥികളും ഒറിജിനൽ തൂവലുകളും ഒക്കെയാണ് ഈ പക്ഷികളൊക്കെ ഉണ്ടാക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രൂപങ്ങൾക്കും അത്ര ഒറിജിനാലിറ്റിയാണ്. ഇവിടെ കാണുന്ന ഈ കുപ്പിയിലിട്ട് വച്ചിരിക്കുന്നത് പണ്ട് കാലത്തെ പലതരം ജീവികളെയാണ്. ഈ ജീവികളുടെ പേരുകൾ കൃത്യമായി മനസ്സിലാകുന്നില്ല. ഈ ജീവികളിൽ ചില ജീവികളെ നമ്മൾ സായ്ഗോൺ സൂവിൽ കണ്ടിരുന്നു. ഈ കാണുന്നത് വലിയ ഹിപ്പോപ്പൊട്ടാമസിൻ്റെയും ചെറിയ ഹിപ്പോപ്പൊട്ടാമസിൻ്റെയും അസ്ഥിയാണ്. ഇതുപോലെയുള്ള പല മൃഗങ്ങളുടെ അസ്ഥികൂടവും നമുക്കിവിടെ കാണാം. തൊട്ടു നോക്കരുത്, തൊട്ടു നോക്കിയാൽ ഇവയൊക്കെ നശിച്ചു പോവും. ഇപ്പോൾ തന്നെ ചില എല്ലുകളൊക്കെ ഉതിർന്നു വീണതായി നമുക്ക് കാണാം. ഇതൊക്കെ ആരോ തൊട്ടു നോക്കിയിട്ട് വീണതാവാം. ഇവയൊക്കെ ചെറിയ മാൻകുട്ടികളുടെയും ചെന്നായ്ക്കളുടെയും കുറുക്കന്മാരെയും ഒക്കെ കുട്ടികളാണെന്ന് തോന്നുന്നു. അടുത്ത സെക്ഷനിൽ കണ്ടത് പാമ്പുകളുടെയും ജിറാഫിൻ്റെയും മുതലകളുടെയും മറ്റും അസ്ഥികൂടമാണ്. ഈ പാമ്പുകളുടെ അസ്ഥികൂടത്തിനിടയിൽ ഒരു പക്ഷിയെയും കാണാം. ഈ അസ്ഥികൂടങ്ങളൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇവയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ നശിക്കാതിരിക്കുന്നതെന്ന് കാണുമ്പോൾ അത്ഭുതം തോന്നി. ഈ ഗ്ലാസ്സിനുള്ളിലിട്ടിരിക്കുന്നതൊക്കെ ഒറിജിനൽ മൃഗങ്ങളാണ്. ഇവയുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലും. ഈ കുപ്പിയിലിട്ട് വച്ചിരിക്കുന്നത് വെള്ളത്തിലിട്ട് വെച്ച എന്തോ ഒരു ജീവിയാണ്. ഈ കോഴിയും നമ്മുടെ നാട്ടിലെ നാടൻ കോഴിയാണ്. ഇതിനെയും അങ്ങനെ തന്നെ വച്ചിരിക്കുന്നു. ഇവയിൽ പലതും സ്പിരിറ്റിലാണ് ഇട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നശിക്കാതെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. എന്നാലും കുറച്ചൊക്കെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്ത സെക്ഷനിൽ കണ്ടതാണ് വലിയൊരു മുതലയും വലിയൊരു കാടും റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഈ കാട്ടിൽ പല മൃഗങ്ങളെയും നമുക്ക് കാണാം. പാമ്പുകളൊക്കെ കാട്ടിൻ്റെ മുകളിലൂടെ ഇഴഞ്ഞു പോകുന്ന രീതിയിലാണ് കാണുന്നത്. അതുകൂടാതെ ചെറിയ മാനുകളും കീരിയും പാമ്പും ഒക്കെയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒറിജിനൽ കാട്ടിലെത്തിയ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ കുതിരയും മറ്റേ സൈഡിൽ കടുവയും അതിനു സൈഡിലായി ചീറ്റപ്പുലിയും ഒക്കെയുണ്ട്. ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.